അംബാനിക്കും പ്രസിഡന്റിനും സെക്രട്ടറിക്കും സൂപ്രണ്ടിനും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഇല്ലാത്തൊരു പദവി ദൈവ കുഞ്ഞുങ്ങൾക്കുണ്ട്. കാൺമീൻ, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ, ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ ലഭിച്ചു. ചങ്കം വിരിച്ചെന്ന് പറയണം, ഇപ്പം ഇവിടെ വീണ് മരിച്ചാൽ ഞാൻ എൻ്റെ ആത്മാവിന്റെ നിത്യത എൻ്റെ ദൈവത്തോടു കൂടെ ചെലവഴിക്കുമെന്ന് ISIമാർ കടിച്ച മുദ്ര എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് പതിഞ്ഞിട്ടുണ്ട്. നിനക്കതുണ്ടോന്ന് ഈ നാട്ടിലെ ഏതൊരു പ്രതാപിയോടും നമുക്ക് തല ഉയർത്തി ചോദിക്കാൻ കഴിയുന്ന ഒരു പദവിയാണ്, ഒരു പ്രിവിലേജാണ് ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാനുള്ള പദവി. അതിൻ്റെ അപ്പുറത്ത് ഒരു ലോട്ടറി നമുക്കിനി കിട്ടാനില്ല. അങ്ങനെ പോകുന്ന യാത്രയിൽ ചിലപ്പോൾ ഒരു കാറ് കിട്ടിയാൽ കിട്ടി, സ്വതന്ത്രം. കിട്ടിയില്ലെങ്കിൽ പരാതിയില്ല. അതാണ് ക്രിസ്തീയ ജീവിതം. കിട്ടിയാൽ മേടിച്ചോ, പക്ഷെ ഓർത്തോണം, പോകുന്ന വഴിയിൽ ഇത് ചിലപ്പം പോകാം. അപ്പോഴും കർത്താവിനോടുള്ള സ്നേഹത്തിന് വ്യത്യാസം വരരുത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ജഡത്തെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറഞ്ഞു, ആമെ മോഹിപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞ് ആ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു. കൽപ്പനാ ലംഘനം, അനുസരണക്കേട് നിമിത്തം വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു: ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപികളായി. അതുകൊണ്ട് ഇന്ന് രാത്രി വേദപുസ്തകത്തിന്റെ ഏറ്റവും വിശ്വവിഖ്യാതമായ ഒരു പ്രഖ്യാപനമാണ്: ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, മനുഷ്യ സകല മനുഷ്യരും പാപികളാണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും സ്റ്റേറ്റ്മെന്റിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും ജാതിയോ മതത്തെക്കുറിച്ച് പറഞ്ഞു? ഇല്ല. മനുഷ്യരെ കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. മനുഷ്യൻ പാപത്തിലായി, അപ്പം മനുഷ്യൻ പാപിയാണ്. അപ്പൊ ഈ നാട്ടുകാർ പൊതുവെ ചിന്തിക്കും, ഈ പെന്തിക്കോസുകാരന്മാരെ കൊണ്ട് തോറ്റു. യവന്മാർക്ക് കല്യാണത്തിന് കൊടുത്താലും മരണത്തിന് കൊടുത്താലും എവിടെ മൈക്ക് കൊടുത്താലും യവന്മാർ വിളിച്ചു പറയുന്നത് മനുഷ്യൻ പാപിയാ ചുമ്മാ, വേറെ ജോലിയൊന്നുമില്ല. മനുഷ്യൻ പാപിയൊന്നും അല്ല, ചുമ്മാ പറയുന്നതാ. മനുഷ്യൻ പാപിയല്ലെന്ന് പറയുന്നവർ ആരെങ്കിലും പൂവന്മലയിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ സ്നേഹിത, ഇന്ന് രാത്രി കടയടച്ചു പോകുമ്പോൾ കടയ്ക്ക് പൂട്ടിടാതിരുന്നാൽ മതി. നാളെ രാവിലെ അറിയാം പൂവന്മലയിൽ പാപിയുണ്ടോ. എന്തിനാ തിരക്കി പോന്നേ? കടയ്ക്ക് പൂട്ടിട്ടാൽ പൂട്ട് പിടിച്ച് ഒന്ന് കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കി, പിന്നെ ഒന്നുകൂടെ കുലുക്കിയാ വീട്ടിൽ പോകുന്നത്. എന്നിട്ട് ഉറക്കമില്ലാതെ വന്നപ്പോഴല്ലേ CCTV വെച്ചത്, എന്നിട്ടല്ലേ സമാധാനത്തോടെ ഉറങ്ങിയത്. കാര്യം മനുഷ്യൻ പാപിയായതുകൊണ്ട്. സഹോദരിമാരോട് ചോദിക്കുക, രാത്രി കഥ കടച്ച് കൊളുത്തിട്ട് ഓടാമ്പലും പിടിച്ചിട്ടേച്ച് ഇപ്പൊ കഥകിന്റെ പുറകെ ചട്ടിയും കലവും മാരി അടുക്കി വെച്ചാ പെണ്ണുങ്ങൾ ഉറങ്ങുന്നത്. ആരെ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചാണോ? ആണോ? പുലി ഇറങ്ങുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല, അയലത്തുകാരനാ ഇരുകാലിയെ പേടിച്ചിട്ട്, മനുഷ്യനെ പേടിച്ചിട്ട്. മനുഷ്യനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുക. അതുകൊണ്ടാണ് ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടായത്. അല്ലെങ്കിൽ ഇവിടെ സ്വർഗ്ഗതുല്യമായി മനുഷ്യൻ ജീവിച്ചേനെ. മനുഷ്യൻ ഏത് സമയം എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തവനാണ്. അവന്റെ അകത്ത് പാപം എന്ന് പറയുന്ന വിപത്ത് കുടിയിരിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, ഏകനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു, മനുഷ്യൻ പാപത്തിൽ വീണു. ഇവിടെ ഡിഗ്രിയുള്ള ബുദ്ധിയുള്ള കൊച്ചുങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പണ്ടത്തെ പോലുള്ള പിള്ളേരല്ല ഇപ്പോഴത്തെ പിള്ളേർ, കമ്പ്യൂട്ടർ പിള്ളേരാ. അവർ ചോദ്യം ചോദിക്കും. അപ്പൊ പിള്ളേർക്ക് വേണമെങ്കിൽ 2 ചോദ്യം മുന്നോട്ട് വെക്കാം. അതെ ഉപദേശി, കുഴപ്പമില്ല, ഉപദേശി ഇതുവരെ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു, കുഴപ്പമൊന്നുമില്ല, വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ ഒരു ചോദ്യം, എന്താ? താങ്കൾ പറഞ്ഞു ആദാമ്യ പാപം നിമിത്തം സകല മനുഷ്യരും പാപിയാണ്. അതെ, അങ്ങനെയാണെങ്കിൽ 2 ചോദ്യം. ഒന്ന്, ആദമും ഹവ്വയും പാപം ചെയ്തു, ഓക്കെ, സമ്മതിച്ചു. അതിന്റെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാണെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതാണോ? ചോദിക്കാം. നല്ല ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇനി ഒരു പക്ഷേ അങ്ങനെ ആയെന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണെന്നിരിക്കട്ടെ, ഓക്കെ, ആദാമ്യ പാപം നിമിത്തം പാപിയായെന്നിരിക്കട്ടെ. നിങ്ങൾ ക്രിസ്ത്യാനികളങ്ങായാ പോരെ? ഞങ്ങൾ ഈ ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും കൂടെ ചേർത്ത് നിങ്ങൾ പാപി എന്ന് വിളിക്കുന്നത് എന്തിനാ? നല്ല ചോദ്യമല്ലേ? അപ്പൊ ഈ 2 ചോദ്യത്തിനും ഉത്തരം പറയാൻ കഴിയണം. അതെ, ഒന്ന്, ഈ ആദാമും പാപം ചെയ്ത നിമിത്തം ഒരു തെറ്റും ചെയ്യാത്ത ബാക്കിയുള്ള മനുഷ്യരൊക്കെ പാപിയാകുന്നത് എങ്ങനെ? ചോദ്യം. ഒരു മറുചോദ്യം മുമ്പിൽ വെച്ചിട്ട് ഉത്തരം പറയാം. എയ്ഡ്സ് എന്ന് പറയുന്ന മാരകമായ രോഗം, ഇന്നും മരുന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത HIV എന്ന് പറയുന്ന മാരകമായ എയ്ഡ്സ് രോഗം. ഈ എയ്ഡ്സ് രോഗിയായ അപ്പനും അമ്മയ്ക്കും ജനിക്കുന്ന കുഞ്ഞാരായിരിക്കും? പറ. എയ്ഡ്സ് രോഗി. ഇവിടെ എന്റെ ചോദ്യം, ഈ ചോരക്കുഞ്ഞ് എന്ത് തെറ്റാ ചെയ്തത്? ഈ ചോരക്കുഞ്ഞ് വ്യഭിചാരം ചെയ്തോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് ബ്ലഡ് സ്വീകരിച്ചോ? ഇല്ല. ഈ ചോരക്കുഞ്ഞ് തൊട്ടിലേക്ക് കിടന്ന എയ്ഡ്സ് രോഗിയുടെ ബ്ലേഡ് എടുത്ത് വെച്ചോ, ഷേവ് ചെയ്തോ? ഇല്ല. പിന്നെ എങ്ങനെ ഈ കുഞ്ഞ് രോഗിയായി? പറ. അതിനൊരു ഉത്തരമേ ഉള്ളൂ, അപ്പനും അമ്മയും വഴിവിട്ടു ജീവിച്ചു. അതിന്റെ ഫലം ഒരു തെറ്റും ചെയ്യാത്ത അടുത്ത തലമുറ ഒരു ജന്മം മുഴുവൻ അനുഭവിക്കുന്നു. ഇവിടെ ആരാണ് തെറ്റ് ചെയ്തത്? അപ്പനും അമ്മയും. ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞ് എന്തിന് ശിക്ഷ അനുഭവിക്കണം? ഉത്തരം അത് രക്തത്തിലൂടെ വന്നല്ലേ ഭാഷേ? അത് സയൻസ് സമ്മതിക്കും, അത് ഡിഗ്രി സമ്മതിക്കും, അത് മനുഷ്യന്മാർ സമ്മതിക്കും. കാരണം എന്താ? അതിനൊരു ഉത്തരമുണ്ട്, അത് രക്തത്തിലൂടെ വന്നു. മനോഹരം. അങ്ങനെയാണെങ്കിൽ ആദാമ്യ പാപം എങ്ങനെ സകല മനുഷ്യരിലേക്കും വന്നു എന്നല്ലേ അറിയേണ്ടത്? ഉത്തരം അപ്പോസ്തലപ്രവൃത്തി 17:26. ഒന്ന് ഉറക്കെ മൈക്കിലൂടെ വായിച്ചു കൊടുത്ത്. അപ്പോസ്തലപ്രവൃത്തി 17:26 ഒന്ന് കേട്ടെ, ഉത്തരം ഒന്ന് വായിച്ചാട്ടെ. 17:26 ഉറക്കെ വായിക്കേ. 26. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ കേട്ടോ, പുറത്തെല്ലാരും കേട്ടോ. ആമേൻ. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ. ആരാണ് അവൻ എന്ന പ്രയോഗം? ദൈവം. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ അഥവാ ദൈവം ഒരുത്തൻ. ആരാണ് ഒരുത്തൻ? ആദാം എന്ന് പറയുന്ന ഒരുത്തനിൽ നിന്ന് ഹിന്ദുവിനെ സൃഷ്ടിച്ചെന്നല്ല, മുസൽമാനെ സൃഷ്ടിച്ചെന്നല്ല, ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചെന്നല്ല, ബുദ്ധനെ സൃഷ്ടിച്ചെന്നല്ല, ജൈനനെ സൃഷ്ടിച്ചെന്നല്ല, മറിച്ച് മനുഷ്യജാതിയൊക്കെയും സൃഷ്ടിച്ചു. ഒന്നുകൂടെ പറയാം. അല്ലാതെ മേപ്പോട്ട് വലിക്കുന്ന ശ്വാസം കീപ്പോട്ട് വിടാൻ കഴിയാതെ പോയാൽ വാഴപ്പിണ്ടി പോലെ നിലത്ത് കിടക്കുന്ന പേട്ട് മനുഷ്യന്റെ കൽപ്പനകൾ അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും നടക്കാനും കിടക്കാനും അടയ്ക്കാനും തുറക്കാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ല ദൈവം.
നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളിയോട് പറ, അവിടെ ഇച്ചിരി നേരത്തെ കണ്ണങ്ങരുത്, ശരി സേട്ടാ, അങ്ങനെ ചെയ്യാൻ സേട്ടാന്ന് അവൻ പറയും. അതുപോലെ നീ പറയുന്നത് അനുസരിച്ച് ഇരിക്കാനും എഴുന്നേക്കാനും അടയ്ക്കാനും തുറക്കാനും കാഴ്ചക്കാരെ കൂട്ടാനും നിന്റെ കീഴെ പണിയെടുക്കുന്ന ബംഗാളി അല്ലടോ ദൈവം. ഇവിടെ MBBS പഠിച്ച ഡോക്ടർമാർ അവർക്ക് ആവുന്ന പണി 58 നോക്കി വെച്ച് ഒടുവിൽ പറയുന്ന ഒരു വാചകമുണ്ട്, ഞങ്ങളെ കൊണ്ട് ഒക്കുന്നത് ഞങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. MBBS-നും LLB-ക്കും സകലമാന ഡിഗ്രിക്കും മേലെയാണ് പ്രപഞ്ചത്തെ നിർമ്മിച്ച ദൈവം. മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യൻ സകലത്തെ സൃഷ്ടിച്ച ദൈവത്തെ നിയന്ത്രിക്കുന്ന പൊട്ടത്തരമല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ആമേൻ. അതുകൊണ്ട് ചേർത്ത് ബെന്തിക്കോസുകാരോട് ഞാൻ പറയാം, ഇപ്പൊ കുറെ പേട്ട് പിള്ളേർ സ്റ്റേജിൽ കയറി കിടന്നു, ഇപ്പോൾ തന്നെ ആത്മാവ് ശക്തിയോടെ വ്യാപരിക്കട്ടെ, ഇറങ്ങട്ടെ. എടാ, യവൻ പറയുമ്പോൾ കയറാനും ഇറങ്ങാനും ഇവന്റെ വേലക്കാരനല്ല പരിശുദ്ധാത്മാവ്. മനസ്സിലാകുന്നുണ്ടോ? തൃത്വത്തിൽ പിതാവായ ദൈവം എന്ന് കേൾക്കുമ്പോൾ എത്ര ഭയവും ബഹുമാനവും നമ്മുടെ അകത്ത് വരുന്നോ അതിലൊരു തരിമ്പ് പോലും കുറയാതെ പുത്രൻ എന്ന് കേൾക്കുമ്പോഴുണ്ടാകണ്ടേ, പരിശുദ്ധാത്മാവെന്ന് കേൾക്കുമ്പോഴുണ്ടാകണ്ടേ. കാരണം തൃത്വത്തിൽ 3 ആളത്വങ്ങളും ഏറ്റക്കുറച്ചിലുകളില്ലാത്ത ദൈവമല്ലേ. അങ്ങനെയെങ്കിൽ പിതാവെന്ന് കേൾക്കുമ്പോൾ ബഹുമാനവും, പുത്രൻ എന്ന് കേൾക്കുമ്പോൾ കുഴപ്പമില്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ കാര്യസ്ഥൻ എന്നുള്ള മനോഭാവം പെടണം. നിന്റെ വേലക്കാരനെന്നല്ല എഴുതിയിരിക്കുന്ന, ദൈവത്തിന്റെ കാര്യസ്ഥൻ എന്നാ. അതുകൊണ്ട് ഇപ്പൊ കുറെ ന്യൂ ജനറേഷൻ ഇറങ്ങി കാട്ടിക്കൂട്ടുന്ന ഈ പേട്ട് പരിപാടിക്കൊന്നും ദൈവമക്കൾ കൈയടിക്കരുത്. എന്നാ മിണ്ടാത്ത? ഈ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവനല്ല സൃഷ്ടാവ്.